കൈക്കുമ്പിളിൽ നിന്നൊരു പൂ തരുമോ പൂക്കാരാ പൂ തരുമോ? ഈ കിളിവാതിലിനരികിൽ നിൽപ്പൂ നിന്നെയും തേടി നിന്നെയും തേടി. ഈ കിളിവാതിലിനരികിൽ നിൽപ്പൂ നിന്നെയും തേടി നിന്നെയും തേടി. ഇതുവഴി വരുമോ ഇതുവഴി വരുമോ ഒരു പനി നീർപ്പൂ തരുമോ? ഇതുവഴി വരുമോ ഇതുവഴി വരുമോ ഒരു പനി നീർപ്പൂ തരുമോ? നീ തരുമോ? പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂ തരുമോ പൂക്കാരാ പൂ തരുമോ? കൈവിരലുണ്ടു മയങ്ങി പാവ കുഞ്ഞു മയങ്ങി എൻ കുഞ്ഞുറങ്ങി. കൈവിരലുണ്ടു മയങ്ങി പാവ കുഞ്ഞു മയങ്ങി എൻ കുഞ്ഞുറങ്ങി. കണ്ണനു കണി കാണാൻ കണി കണ്ടുണരാൻ ഒരു പനി നീർപ്പൂ തരുമോ? കണ്ണനു കണി കാണാൻ കണി കണ്ടുണരാൻ ഒരു പനി നീർപ്പൂ തരുമോ? നീ തരുമോ? പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂ തരുമോ പൂക്കാരാ പൂ തരുമോ? പൂക്കാരൻ്റെ കിട്ടിയോ? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. അൽഫോൺസ് സാർ, മോളെ ഈ പാട്ട് പഠിക്കുന്ന സമയത്ത് മോള് പാട്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് അതിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ഓവറോൾ ഒരു മൂഡ് എങ്ങനെയാ ഫീൽ ചെയ്ത്? ഞാൻ മൂഡ് ഔട്ടായി. മൂഡ് ഔട്ടായി. ഇത് വേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല. ഇതിനകത്ത് മോള് പാടിയത് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചറൽ ടെക്നിക്കൽ ആ ഇതുകളെല്ലാം നന്നായിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ മാത്രം പിച്ചിൻ്റെ ഇതുകളുണ്ടായി. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇതിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നി കുറച്ചും കൂടി അതിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു മൂഡ് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ചോദിച്ചത്, ഒറിജിനൽ കേട്ടപ്പോൾ എങ്ങനെയാണ് മോക്ക് ഫീൽ ചെയ്തത്? പക്ഷേ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു. നിൽപ്പു നിന്നെയും തേടി എന്നൊക്കെ പറയുന്നിടത്തുള്ള സംഗതികളും കൊണ്ടു നിർത്തുന്ന ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് ആ ഏരിയ ഒന്ന് പാടിക്കേ. ഈ കിളിവാതിലിനരികിൽ നിൽപ്പൂ നിന്നെയും തേടി നിന്നെയും തേടി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനകത്ത് അധികം നമുക്ക് കസരത്തുകൾ കാണിക്കാനുള്ളൊരു സോങ് അല്ല. ഇതിനകത്ത് കുറച്ചുകൂടി ഒരു നല്ലൊരു ഇമോഷനും എക്സ്പ്രഷനും ഇതൊക്കെയാണ് ഈ പാട്ടിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോള് പഠിക്കുന്ന സമയത്ത് ഇത് പാടിയിരിക്കുന്ന ആരാ? കവിയൂർ പൊന്നമ്മ. അപ്പം വളരെ ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് ആയിരിക്കും അല്ലേ ഈ സിംഗറുടെ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ആക്ടർ പാടുന്ന സമയത്ത് എന്തൊരുത്തോളം എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. സിംഗർക്കുണ്ട് എക്സ്പ്രഷൻ, എങ്കിൽ പോലും ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ എക്സ്പ്രസീവ് ആകാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എലമെന്റ്സും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട്
പാട്ട് പഠിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും അല്ലെങ്കിൽ ഒരു ഓർഡിനറി സോങ് പോലെ നമ്മളിങ്ങനെ കേട്ടു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിൽ അപ്പുറത്ത് ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോക്കത് പറ്റും. പക്ഷേ ടെക്നിക്കലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി ഒന്ന് ശരിയാക്കാൻ സാധിച്ചാൽ നല്ലതായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ചേച്ചി കുട്ടി എന്തോ ചക്കരേ സുന്ദരിയായിട്ടുണ്ട്. ഇതെന്താ ഉടുപ്പാണോ അതോ സ്കേർട്ടും ബ്ലൗസാണോ? ബ്ലൗസാ. ആ പഴയ സ്റ്റൈലിലേക്ക്. ഓ എന്താണ് മുടിയൊക്കെ പിന്നിട്ട് സുന്ദരിയായിട്ടുണ്ട്. നന്നായി പാടി. താങ്ക് യു മാം. നല്ലൊരു ക്യൂട്ട്, വളരെ നിഷ്കളങ്കമായ ഒരു പാട്ട്. നിഷ്കളങ്കമായ ഒരു കുട്ടി അതുപോലെ തന്നെ പാടി. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അല്ലേ? നല്ല പാട്ട് മോള് നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ അന്നും പറഞ്ഞു മോള് പാടിയപ്പോഴത്തേക്ക് വോയിസ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴും ആ ഒരു അടപ്പിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ എത്തി നോക്കുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് തുറന്നു വരണം വോയിസ്. അപ്പം അത് ഒറ്റയടിക്ക് വരില്ല, ഒരു രാത്രി കൊണ്ടൊന്നും അങ്ങനെ മാറില്ല. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ അത് ശരിയാവുള്ളൂ. ഓക്കെ. പക്ഷെ അതുകൊണ്ട് ആ കുറച്ച് ഇങ്ങനെ ലോ ആയിട്ട് മോക്ക് ആ ശ്രുതി വളരെ ലോ ആയ രീതിയിലാണ് തോന്നിയത്. അത് മോള് ജസ്റ്റ് ഒരു പിച്ച് കൂട്ടിയിട്ടൊന്ന് പാടും, ഇത് പല്ലവി മാത്രം. പൂക്കാരാ പൂതരുമോ പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂതരുമോ പൂക്കാരാ പൂതരുമോ. കുറച്ചുകൂടെ ബെറ്റർ ആണത് കേൾക്കാൻ. ഇതിലെ അനുപല്ലവി എങ്ങനെ ഒരുപാട് മേലെ പോവോ? ഇല്ല, ഒരുപാട് മുകളിലേക്ക് പോകുന്നില്ലല്ലോ ഇല്ല. പാട്ടില് അവിടെ തന്നെ അറിയിച്ചു. അപ്പൊ പിന്നെ ഒരു നോട്ടും കൂടെ കൂട്ടാലോ. മഞ്ജരി, ഒരു കാര്യം എനിക്ക് തോന്നുന്നേ, ഇപ്പൊ പാടിയപ്പോ കുറച്ചൊരു സാഡ്നെസ് ഉണ്ട് പുള്ളിക്കാരിയുടെ വോയിസില്. മോളൊന്ന് ചിരിച്ചൊന്ന് പാടി നോക്കിയേക്ക്. ഇതേ ഇത് തന്നെ ഒന്ന് നല്ലതായിട്ട് ചിരിച്ച് ഇങ്ങനെ ഒരാളെ നോക്കി പുഞ്ചിരിച്ച് മോളെ ആ തരുമോ എന്ന് പാടുന്ന ഫ്രേസിൽ മോള് വിഷമിച്ചാ പാടുന്നത്. വേറെ എന്തോ കട തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ്. മക്കളെ പൂ തരുമോ എന്നല്ല ചോദിക്കുന്നത്. അത് സന്തോഷമുള്ള ഒരു കാര്യം. അത് മാത്രല്ല, ഇവിടെ നമ്മുടെ അമൃത ടിവിയുടെ ഗ്രാഫിക്സ് ടീം ഇഷ്ടം പോലെ പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കില്. പിന്നെ എന്ത് മനോഹരമായ നടക്കാൻ വയ്യായിരുന്നു, അത്രയും പൂക്കളായിരുന്നു. ഓ, ഗ്രാഫിക്സിന് വലിയൊരു കൈയടി. ഇടലായിരുന്നു കാണാൻ. മോളൊന്ന് ചിരിച്ച് ആ പൂ തരുമോ എന്നുള്ളത് പ്രധാനമായിട്ട് ധൈര്യമായിട്ട് ചിരിച്ചിട്ട് പൂക്കാരാ പൂതരുമോ പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂതരുമോ പൂക്കാരാ പൂതരുമോ. ഒന്ന് ഋതം കൊടുക്കുന്നോ? ഒന്ന് ആ കുട്ടി ഒന്ന് പല്ലവി ഒന്ന് ചിരിക്കണേ, അല്ലെ ഇക്കിളിടും. പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂതരുമോ പൂക്കാരാ പൂതരുമോ പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂതരുമോ പൂക്കാരാ പൂതരുമോ. ആഹാ, ബെറ്റർ ആയല്ലോ, നന്നായിട്ടുണ്ടല്ലോ. ബെറ്ററാണ്. അപ്പൊ അത് ശ്രദ്ധിക്കും. ഇപ്പം ആ ഒറിജിനൽ പാടിയ ആള് പാടിയത് ചിലപ്പോൾ നമുക്ക് വളരെ ലോ ആയിരിക്കും. ഇപ്പം മോളുടെ സ്കെയിലിലേക്ക് മോൾ എന്താന്നുള്ളത് നോക്കിയിട്ട് പാടുക. ഓക്കെ. അത് ചിലപ്പം മോക്ക് വളരെ ബേസ് ആയിരിക്കും. ഇപ്പൊ കുറച്ചുകൂടെ തുറന്നു ശബ്ദം. അപ്പം കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. ഇതിൽ ചെറിയ ചെറിയ ക്ലാരിറ്റി കുറവാണ് ഉണ്ടായിരുന്നുള്ളൂ ഈ പാടുന്ന സംഗതികൾക്കൊക്കെ. ഈ ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നത് ഈ സ്കെയിലൊക്കെ കുറഞ്ഞ് മോളുടെ ഒരു കാറ്റ് കുറേയൊക്കെ കയറി. അപ്പൊ നമുക്കത് ക്ലിയർ ആവില്ല മോൾ എന്താ പാടുന്നത്. ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ നോട്ട് ചെയ്തത് മെയിൻ ആയിട്ടും. എനിക്ക് ആ ശ്രുതി മോൾക്ക് കുറഞ്ഞു പോയ പോലെ തോന്നി. പിന്നെ ക്ലാരിറ്റി. അല്ലാതെ പാട്ട് സെലക്ഷൻ നല്ലതാ പാടാത്തതല്ല കേട്ടോ. അതിൽ മോൾ അസലായിട്ട് പാടി. ശ്രുതി കൂട്ടിയ കുറച്ചുകൂടെ കേക്കാം. അത്രേ വ്യത്യാസമുള്ളൂ. ഭംഗിയായി മോളു. ശരത് സർ. മക്കളെ എന്തോ മോളെ കുറച്ചും കൂടെ തുറന്ന് പാടണം.
വോയിസ് പ്രസൻസ് വേണം. കാര്യം ഇപ്പൊ ഈ പാട്ടായതുകൊണ്ട് മോക്ക് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. കാര്യം അധികം മുകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് മോള് രക്ഷ. ഇപ്പൊ ഒരു പ്രമദവനം എടുത്തിട്ട് അങ്ങനെ മേപ്പോട്ട് പ്രമദവനം വീണ്ടും എന്ന് പാടിയാല് എവിടെ പോയി നിൽക്കുക? ഏതേതോ. അപ്പം ബാക്കിയുള്ള കാര്യം ആലോചിച്ച് നോക്കെ, മരിച്ചു വീഴും സ്റ്റേജിൽ. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. ഈ ഒരു പാട്ടായതുകൊണ്ട് മക്കൾക്ക് കാര്യം അധികം മുകളിലേക്കും ഇല്ല, അധികം താഴോട്ടും ഇല്ലത്. അപ്പോൾ അത് മോക്കൊരു കംഫർട്ടബിളായിട്ട് മോക്ക് പാടിയാൽ കേൾക്കുന്ന വിധത്തിൽ, എന്നാൽ ഒരു സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു റേഞ്ച് ഫിക്സ് ചെയ്ത് പാടണം. അതല്ലേ വേണ്ടത്. ആ മോള് കുറച്ചും കൂടെ വായ തുറന്ന് പാടണം മോളെ, കേട്ടോ. ഈ സങ്കടം എല്ലാ പാട്ടിലും അങ്ങനെ സങ്കടപ്പെടണ്ട കേട്ടോ. ഇത് സങ്കടപ്പാട്ടാണോ? അല്ല. ഉറപ്പാണോ? അപ്പൊ അത് ആ സന്തോഷം മോള് പാടുമ്പോഴും വേണം. നീ തരുമോ, മതി തരുമോ. അത് നമ്മുടെ കാര്യം ഞാൻ തന്നെ കരഞ്ഞു വിട്ടു. അടുത്തിരുന്ന് അല്പം മുഖം എന്തെങ്കിലും വെച്ച് തേക്കാതിരുന്ന് അല്പം ഇച്ചിരി ദൂരമായി പോയിട്ടാ കേട്ടോ മോളെ. അതിപ്പോ സന്തോഷമായിട്ട് പാടാ. ഈ പ്രായത്തിലൊക്കെ സന്തോഷമായിട്ടിരുന്നില്ല പിന്നെ എപ്പോൾ ഇരിക്കാൻ പോവാ. അപ്പോൾ എനിക്കതാണ് തോന്നി, വായ തുറന്ന് കുറച്ചും കൂടെ കൃത്യമായിട്ട് മോള് പാടായിരുന്നു, ഈ സങ്കടം ഇല്ലാണ്ട് കേട്ടോ. അതാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു സർ. ശരത് സർ. യെസ്, മക്കൾക്ക് ഞാൻ 8.1 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ദിയക്കുട്ടി 8.1. താങ്ക് യു. സർ. ഓക്കെ. സോ ടോട്ടൽ 16.2. ഓക്കേടാ.